നമസ്കാരം, ഞാൻ സംഗീത്. ഈ സിനിമയിൽ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ലാലേട്ടൻ്റെ കൂടെ തോളോട് ചേർന്ന് അങ്ങനെ സിനിമയിൽ ത്രൂ ഔട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സത്യൻ സാറ് ഇങ്ങനൊരു ക്യാരക്ടറിന് വേണ്ടി വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് അനൂപേട്ടനും അഖിലേട്ടനുമാണ് പറയുന്നത്, അടുത്ത പടത്തിൽ നീയുണ്ട്. അപ്പോൾ പറയുമ്പോഴേ പറയും, ഇവിടെ ഇപ്പോൾ ആ ക്യാരക്ടർ പറയുമ്പോഴേ അതിപ്പോൾ അമൽ ഡേവിസ് അവിടെ നിന്ന് ഇങ്ങനെ വരും, നടന്ന് ഇത് ചെയ്തിട്ട് പോകും എന്നാണ് സത്യൻ സാർ പറയുന്നതെന്ന് പറയും. അപ്പം ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ എല്ലാവരും നമ്മളെ പേടിപ്പിച്ചിട്ടൊക്കെയാണ് വിടുന്നത്, ലാലേട്ടൻ്റെ കൂടെ പിടിച്ച് നിൽക്കുക. അപ്പം ഞാൻ തുടരുമിൽ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. പക്ഷെ ഇതിപ്പോൾ ഒരു കോമഡി ത്രൂ ഔട്ട് ലാലേട്ടൻ്റെയും എൻ്റെയും റാപ്പോ വർക്കാവണം. സത്യൻ സാർ അതും പറയുന്നു, നിങ്ങളുടെ കോമ്പിനേഷനാണ് വർക്കാവേണ്ടത്. നിങ്ങളിപ്പോൾ സച്ചിനും അമൽ ഡേവിസും ഒക്കെ വർക്കായ പോലെ ഈ സിനിമയിൽ ലാലേട്ടൻ്റെയും എൻ്റെ ക്യാരക്ടർ വർക്കാവണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം തുടങ്ങി ഒരു കണക്ഷൻ വരുന്നു. അവിടെ നിന്ന് പിന്നെ രാവിലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി വരെ ലാലേട്ടൻ്റെ കൂടെയാണ്. എല്ലാം കൊണ്ടും ഈ സെറ്റ് സാധാരണ നമ്മുടെ തിരക്കുകളും സ്കെഡ്യൂളുകളും ഭയങ്കര ടൈറ്റായിട്ട് പോകുന്ന പ്രൊസീജിയേഴ്സൊക്കെ ഉള്ള പോലത്തെ ഒരു സെറ്റല്ല ഇത്. അങ്ങനെ ഒരു ലൊക്കേഷനല്ല. ഇവിടെ ഫാമിലിയാണ്. നമുക്ക് വയ്യാതെ ആകുമ്പോൾ വിഷമിക്കുന്ന, നമ്മൾക്ക് എല്ലാ സമയത്തും നമ്മളുടെ കൂടെ തമാശ പറയുന്ന, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന, എനിക്ക് എൻ്റെ വീട് എങ്ങനെയാണോ അതുപോലെയാണ് ഈ സെറ്റ് എപ്പോഴും. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ തുടങ്ങി അവരുടെയൊക്കെ ഒരുപാട് അനുഭവങ്ങളും കഥകളും കേട്ടിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ക്യാരവണിലിരുന്ന് സത്യൻ സാറിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൊമെൻ്റൊക്കെ ഇനി ലൈഫിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു 40 ദിവസങ്ങളാണ് ലൈഫിലെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള, ഞാൻ ഇവിടെ കൊണ്ട് നടക്കാൻ പോകുന്ന ദിവസങ്ങൾ. കാരണം ചെറുപ്പം തുടങ്ങിയ നമ്മളെ ആരാധിച്ചിരുന്ന ഇവരെയൊക്കെ എന്തെങ്കിലും കാണാൻ പോലും പറ്റുമെന്ന് അറിയാതിരുന്നവരുടെ കൂടെ നിന്ന് ചിരിക്കാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനും കഥകൾ കേൾക്കാനും അവരുടെ ഇത്രയും വലിയ സ്നേഹം അനുഭവിക്കാനും ഒക്കെ പറ്റിയതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.